എൻ്റെ അമ്മ ഇവിടെ തൂങ്ങുള്ളൂ. ഞങ്ങൾ അവിടെ അവൻ്റെ ഗേറ്റിൻ്റെ അടച്ചല് പട്ടിയകത്ത് വിട്ടാലും ശരി. പൂജാമുറിക്കകത്താണ് സാർ തൂങ്ങി മരിച്ചത്. ഞാനും മക്കളും കൂടെ ആയിരുന്നു. ഡോറിന് തള്ളി തുറന്നു. ഞങ്ങൾ പാവപ്പെട്ടവരായതുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു ജയകുമാർ ഇങ്ങനെ ചെയ്തത്. നല്ല പഠിക്കുന്ന കുട്ടികളാണ് രണ്ടും. സമൂഹ മാധ്യമത്തിൽ അപമാനിക്കാൻ ഇനി ഒന്നുമില്ല ബാക്കി. നമസ്കാരം. ചെമ്പഴന്തി ജാനകി ഭവനിൽ ബിജുകുമാർ ജീവനൊടുക്കിയത് ഇക്കഴിഞ്ഞ ജൂൺ 29-നാണ്. അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തി ചെമ്പഴന്തി അഗ്രികൾച്ചർ ഇംപ്രൂവ്മെൻറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് അണിയൂർ ജയകുമാറാണ്. ഇപ്പോൾ ഞങ്ങളുള്ളത് ബിജുകുമാറിൻ്റെ വീട്ടിലാണ്. എന്താണ് സംഭവിച്ചത്, എന്താണ് പല അഭ്യൂഹങ്ങളും ഇത് സംബന്ധിച്ച് കേൾക്കുന്നുണ്ട്. ബാങ്കിൻ്റെ തിരിമറികളാണ്, അല്ലെങ്കിൽ പ്രസിഡന്റ് ഇദ്ദേഹത്തെ ചതിച്ചതാണ് എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ബിജുകുമാറിൻ്റെ കുടുംബമാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. എന്താണ് ഇപ്പോൾ പല ആരോപണങ്ങളും കേൾക്കുന്നുണ്ട്, എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? എന്താണ് സത്യത്തിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ, പുള്ളിക്കാരൻ്റെ ബാങ്കിൽ നിന്ന് ഞങ്ങളുടെ 10 ലക്ഷത്തിൻ്റെ ചിട്ടി എടുത്ത അതിൽ 7 ലക്ഷം രൂപ അക്കൗണ്ട് ഞങ്ങളുടെ കയ്യിലൊന്നും കിട്ടിയില്ല. അവിടെ ഒരു ലോണും ഉണ്ടായിരുന്നു, 4 ലക്ഷത്തിൻ്റെ ലോണും ഉണ്ടായിരുന്നു. അതും ക്ലോസ് ചെയ്ത് അല്ലാതെ ഉരുപ്പടി അവിടെ വച്ചിരുന്നു. അതും 1.5 ലക്ഷം രൂപയുടെയാണ്. അതും ക്ലോസ് ആക്കിയിട്ട് ഇതൊന്നും തന്നില്ല. ചിട്ടി കിട്ടിയിട്ട് പോലും 4-5 മാസം കഴിഞ്ഞാണ് ഞങ്ങൾക്ക് കയ്യിൽ തന്നിട്ടില്ല. ഇത് ലോണ് ക്ലോസായി. ലോണ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാസ്ബുക്കും ഈ ഗോൾഡ് ലോണിൻ്റെ കാർഡുകളും അവിടെ സെക്രട്ടറി ഏൽപ്പിച്ചായിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് അത് മിസ്സായി. ചേട്ടൻ കുറേ പ്രാവശ്യം കയറിയിരുന്നു, ക്ലോസ് ചെയ്ത് താന്ന് പറഞ്ഞു. ക്ലോസ് ചെയ്ത് തരത്തില്ല. മുമ്പുണ്ടായിരുന്ന വായ്പ അതെ, അതും ക്ലോസ് ചെയ്ത് തരാതെ പിന്നെ ആയപ്പോൾ ചേട്ടൻ നിർബന്ധമായിട്ടും തന്നേ പറ്റുമെന്ന് പറഞ്ഞ് പാസ്ബുക്ക് ക്ലോസ് ചെയ്ത് തന്നു. പിന്നെ ഉരുപ്പടിയുടെ ഇത് നമ്മുടെ ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ തന്നില്ല. ഈ പുള്ളിക്കാരൻ്റെ ആവശ്യത്തിന് വേണ്ടി ചേട്ടൻ, അവർ തമ്മിൽ നല്ല സുഹൃത്ത് ബന്ധമായിരുന്നു. ഒരിക്കൽ ഇതേപോലെ ചേട്ടൻ ഓട്ടം പോയപ്പോഴാണ് പുള്ളിക്കാരൻ വിളിച്ച് പറയുന്നത്, എനിക്ക് 2.5 ലക്ഷം രൂപ ആവശ്യമുണ്ട്, നിനക്ക് ഉരുപ്പടി തരാം, നീ കൊണ്ടുപോയി ഗ്രാമീണ ബാങ്കിൽ, പുള്ളിക്കാരൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഗ്രാമീണ ബാങ്കിൽ, അവിടെ ആകുമ്പോൾ പലിശ കുറവല്ലേ, നീ കൊണ്ടുവച്ചിട്ട് ഉരുപ്പടി തരാൻ ആരാ പറഞ്ഞത്? ഈ ജയകുമാർ തന്നെയാണ്. ആരുടെ ഉരുപ്പടി തരാന്നാ പറഞ്ഞത്? ഞങ്ങളുടെ ഉരുപ്പടി അവിടെ ഇരിക്കുകയാണ്. അതെ, നിങ്ങളവിടെ സ്വർണം പണയം വെച്ചിട്ട് ആ ഉരുപ്പടി നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരാം, നിങ്ങൾ ബാങ്കിൽ കൊണ്ടുവന്ന് പണയം വെച്ച് തിരിച്ചു കൊടുക്കാനാണോ പറഞ്ഞത്? അതെ, അതായത് ലോണും ക്ലോസ് ചെയ്ത് ഗോൾഡ് ലോണും ക്ലോസ് ചെയ്തിട്ട് സാധനങ്ങളൊന്നും ഞങ്ങൾക്ക് തിരിച്ച് തന്നില്ല. അത് അവിടെ ഇരിക്കുകയായിരുന്നു. ഈ പുള്ളിക്കാരൻ്റെ അത്യാവശ്യം ആയതുകൊണ്ട് അത് അടുത്ത ബാങ്കിൽ കൊണ്ടുവച്ചിട്ട് 2.5 ലക്ഷം രൂപ വേണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ചേട്ടൻ മോള് വിളിക്കാൻ വന്ന് മോളുടെ അക്കൗണ്ടിൽ നിന്നാണ്, ഇളയാളുടെ അക്കൗണ്ടിൽ നിന്നാണ് എടുത്തത്. അത് വന്നിട്ട് ബാങ്കിലെ ജീവനക്കാരനും കൂടെ വന്ന് ഉരുപ്പടി കൊണ്ടുവന്നു. അവിടെ നിന്ന് ഗ്രാമീണ ബാങ്കിൽ വെച്ച് മോള് തന്നെയാണ് അത് ഈ ജീവനക്കാരന് കൊടുത്തിട്ട് വന്നത്. എത്ര ലക്ഷം രൂപയാണ് കൊടുത്തത്? 2.5 ലക്ഷം രൂപ. അത് 2.5 എന്ന് പറയാൻ 2.52. ആ മാസത്തെ ഇത് പലിശയും കൂടെ ചേർത്ത് 2.52 കൊടുത്തത്. പിന്നീട് അദ്ദേഹം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നു? കാരണം വീട്ടിൽ എന്നോട് പറയണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് 1 മാസത്തിനകത്ത് ഈ പൈസ നിനക്കെടുത്ത് നിൻ്റെ ഉരുപ്പടി എടുക്കാമെന്നും പറഞ്ഞിരുന്നു. എന്നിട്ട് ചീറ്റിംഗ് ആണ് നടന്നത്. ഞങ്ങൾക്ക് എടുത്തും തന്നില്ല. ഇതിന് വേണ്ടിയിട്ടാണ് ചേട്ടൻ കയറി ഇറങ്ങിയിട്ട് പിന്നെ അതായത് ഞാൻ ചോദിക്കുന്നത് വ്യക്തത വരുത്താനാണ്. നിങ്ങളുടെ ഹസ്ബൻഡ് അവിടെ ഈ അണിയൂർ ഈ ചെമ്പഴന്തി ബാങ്കിൽ, ജയകുമാറിൻ്റെ ബാങ്കിൽ പണയം വെച്ചിരുന്നു. അതെ. പിന്നീട് അതിനുശേഷം ഈ ജയകുമാർ തന്നെ നിങ്ങളുടെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഈ സ്വർണം തരാം, നീ വേറൊരിടത്ത് കൊണ്ടുപോയി പണയം വെച്ച് പൈസ അടയ്ക്കാൻ വേണ്ടി പറഞ്ഞു, അല്ലേ? പൈസ അടയ്ക്കാനല്ല, പൈസ ഈ പുള്ളിക്കാരന് 2.5 ലക്ഷത്തിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് കയ്യിൽ കൊടുക്കാൻ പറഞ്ഞു. പുള്ളിക്കാരനെ കൊണ്ടുപോയി. അതായത് നിങ്ങളുടെ ബാധ്യത അവിടെ കിടക്കുകയും ചെയ്തു. ബാധ്യത അത് ക്ലോസ്ഡ് ആയിട്ട് ഉരുപ്പടി തന്നില്ല. മനസ്സിലായില്ലേ? അതായത് ഞങ്ങളുടെ മനസ്സിലായി. നിങ്ങൾ ആദ്യം അവിടെ കാശ് അടച്ചു. അപ്പൊ ആ സ്വർണം തന്നിട്ട് അത് ഇദ്ദേഹത്തിന്റെ ആവശ്യത്തിന് പണയം വെച്ച് ഇദ്ദേഹത്തിന് പൈസ കൊടുക്കാൻ പറഞ്ഞു. ഇതും അല്ലാതെ സാർ, ഇത് എങ്ങനെയാണ്? അക്കൗണ്ട് മുഖേനയാണോ ഈ 2 ലക്ഷം കൊടുത്തത്? അല്ല, കയ്യിലാണ് കൊടുത്തത്. റെഡി ക്യാഷ് 252 രൂപ മോളാണ് ആ പുള്ളിക്കാരൻ്റെ കയ്യിൽ കൊടുത്തത്, അതായത് ജീവനക്കാരൻ്റെ കയ്യിൽ കൊടുത്തത്. പിന്നെ അതുമല്ലാതെ ഈ ചിട്ടിയുടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാലൻസ് 1,79,000 സംതിങ് രൂപയുണ്ട്. അതും തന്നില്ല. പക്ഷേ ഇന്ന് അറിയുന്നത് ഓഡിറ്റിംഗ് റിപ്പോർട്ടിൽ നിങ്ങളുടെ ഭർത്താവ് 12 ലക്ഷത്തിന് പുറത്ത് തുക അവിടെ ബാധ്യതയുണ്ടെന്നാണ്. അത് എത്രത്തോളം ശരിയാണ്? അത്
അതെന്ന് പറയാൻ വേണ്ടിയിട്ട് സാർ ആദ്യം വന്നിട്ട് 14 ലക്ഷമാണ് അവർ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഈ പുള്ളിക്കാരൻ 22 ലക്ഷത്തിൻ്റെ ഒരു ഇതാണ്. ഞാൻ ചോദിക്കട്ടെ, 22 ലക്ഷം രൂപ ഈ 3 സെൻറ്റ് വയലിനൊക്കെ കൊടുക്കുമോ? ആകെ ഞങ്ങൾക്ക് ഈ ഒരു വീടാണുള്ളത്. അപ്പോൾ ഈ 3 സെൻറ്റും ഈ വീടും വെച്ചിട്ടാണ് 22 ലക്ഷം. ആദ്യം 14 ലക്ഷം, പിന്നെ 22 ലക്ഷം, ഇപ്പൊ പറയുന്നു 12 ലക്ഷം. ഒരു മിനിറ്റ്, ആദ്യം എത്ര എടുത്ത ലോണ്? ഏതാ ആദ്യം ലോൺ എടുത്ത് എത്രയാണ്? ഈ വസ്തു ആദ്യം 4 ലക്ഷം രൂപയാണ് എടുത്തത്. അതെല്ലാം ക്ലോസ്. ഈ ചിട്ടി പിടിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് അത് ക്ലോസ്ഡ് ആയിട്ട് ഇവര് തന്നില്ല. ഇവരെ പാസ്ബുക്ക്, ഈ ഗോൾഡ് ലോൺ എല്ലാം അവളെ നിന്ന് മിസ്സായി. പിന്നെ പാസ്ബുക്ക് വേണോന്ന് പറഞ്ഞപ്പോഴാണ് ചേട്ടൻ രണ്ടാമത് പോയി പുതിയ പാസ്ബുക്കിൽ എടുത്ത് താന്നും പറഞ്ഞ് ക്ലോസ് ചെയ്ത് മേടിച്ചത്. മനസ്സിലായി. അപ്പോൾ ഇത് ഇപ്പോൾ ഈ 12 ലക്ഷത്തി ചില്ലുവാൻ രൂപ ഓഡിറ്റിംഗിൽ കണ്ടെത്തി ഇദ്ദേഹം ബിജുകുമാർ അവിടെ ബാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അത് ശരിയാണോ? അത് ശരിയല്ല. പുള്ളിക്കാരനെ കബളിപ്പിച്ചതാണ്. ഇവര് ഈ ബാങ്കിൽ ഓരോന്നിനും ഓരോ തിരിമറി ഇപ്പം ബാങ്കിൽ നടക്കുന്നില്ലേ, അതിന്റെ നിജസ്ഥിതി ഞങ്ങൾക്ക് അറിയണം. അതിന് അടുത്ത നിയമ നടപടി എന്താണെന്ന് വെച്ചാൽ അത് ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഞങ്ങളെ സംബന്ധിച്ച് ഇത്രയും ബാധ്യത മാത്രമേ ഉള്ളൂ. ബാധ്യത എന്നല്ല, ഞങ്ങൾക്ക് കിട്ടേണ്ട പൈസ, ഞങ്ങളുടെ ഉരുപ്പടി, പിന്നെ ചിട്ടിയുടെ ഞങ്ങളുടെ പ്രമാണം, ഇത്രയും ഞങ്ങൾക്ക് തിരികെ കിട്ടണം. പിന്നെ കഴിഞ്ഞ വർഷം ഈ കുട്ടിക്ക് നഴ്സിങ്ങിന് അഡ്മിഷൻ വാങ്ങിച്ച് തരാമെന്നും പറഞ്ഞ് വിദ്യാഭ്യാസ വായ്പ തരാമെന്നും പറഞ്ഞ് ഈ പുള്ളിക്കാരൻ ഇത് അലോട്ട്മെൻറ്റൊക്കെ നടത്തിക്കോ, ഞാൻ വായ്പ തരാമെന്നും പറഞ്ഞ് ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് പുള്ളി ഇവക്ക് BSc MLT എറണാകുളത്ത് കിട്ടിയായിരുന്നു. പുള്ളിക്കാരൻ ഞങ്ങൾ പറ്റിച്ചു. പക്ഷേ ഇതുപോലെ പ്രൈമറി ബാങ്കുകൾക്ക് അതുപോലെ വിദ്യാഭ്യാസ ലോൺ തരാനുള്ള ഓപ്ഷൻ ഇല്ല എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാ പുള്ളിക്കാരന് പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഞങ്ങൾ കണ്ടേനെ. അല്ലെങ്കിൽ തരാന്നും പറഞ്ഞ് നിർബന്ധിച്ച് എന്തിനാണ്? പുള്ളി നിർബന്ധിക്കായിരുന്നു. പുള്ളിക്കാരൻ തരാന്നാണ് പറഞ്ഞത്. വിദ്യാഭ്യാസ വായ്പ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട്, തരാമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞൂടെ? ഞങ്ങൾ വേറെ ഏതെങ്കിലും വഴി കണ്ടെത്തുമല്ലായിരുന്നു. ഇവർ തമ്മിൽ നല്ല സുഹൃത്തുക്കളായിരുന്നു. സുഹൃത്തുക്കളായിരുന്നു. ബാങ്കിലെ എല്ലാ ഓട്ടവും ഒക്കെ ചേട്ടനാണ്. അവരുടെ പാർട്ടിയുടെ ഇതായിരുന്നാലും അല്ലാതെ ബാങ്കിലെ സംബന്ധിച്ചുള്ള ഓട്ടവും കാര്യങ്ങളും ഒക്കെ അവരുടെ വീട്ടിലേക്ക് വിറവെടുക്കാല് എല്ലാം ചേട്ടനായിരുന്നു ചെയ്തിരുന്നത്. ആ വിശ്വാസമാണ് പുള്ളിക്കാരൻ ചതിച്ചത്. പുള്ളിക്കാരനെ വിശ്വസിച്ചു. അവസാനം ഇതിൻ്റെ പേരിൽ കയറി ഇറങ്ങി അവസാനം വീട്ടിൽ പോയി ഞാൻ മോളെയും കൊണ്ട് വീട്ടിൽ പോയായിരുന്നു. മോളെയും കൊണ്ട് പോയപ്പോൾ പുള്ളിക്കാരൻ ഒരു വിധത്തിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതായത് സ്വർണം തന്നില്ല, അതായത് ഒരു ലേഡി ആണെന്നുള്ള ഒരു പരിഗണന പോലും ഇല്ലാതെ എന്നെ വളരെ നികൃഷ്ടമായ രീതിയിലാണ് സംസാരിച്ചത്. പിന്നെ തലേ ദിവസം ചേട്ടൻ വീട്ടിൽ പോയി. അവിടെ ചെന്ന് ഈ പുള്ളിക്കാരൻ ചേട്ടൻ പറഞ്ഞു, എനിക്ക് പൈസ തന്നേ പറ്റുള്ളൂ. ഇത് അതായത് 6 മാസം കൊണ്ടാണ് ഇതിന് വേണ്ടിയിട്ട് കയറി ഇറങ്ങുന്നത്. പുള്ളിക്കാരൻ ഇന്ന് തരാം, അടുത്ത ആഴ്ച തരാം, കഴിഞ്ഞ മാസം അവസാനം തരാമെന്നാണ് പറഞ്ഞത്. എത്രയാണ് ബിജുകുമാറിന് കൊടുക്കാനുള്ളത് മുഴുവൻ മൊത്തത്തിൽ 1,79,000 ഇതെല്ലാം കഴിഞ്ഞ് ബാലൻസും പിന്നെ ഞങ്ങളുടെ ഉരുപ്പടി എടുത്തു തരാണ്. ഈ പുള്ളിക്കാരൻ്റെ ആവശ്യത്തിന് 252 കൊടുത്തല്ലേ, അതിന്റെ പലിശ പോലും തരുന്നില്ല. അല്ല, ഈ സ്വർണം ഈ വായ്പ എടുത്തുകയാണെങ്കിൽ ബിജുകുമാർ തിരിച്ചടച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള രേഖകൾ ഉണ്ടായിരിക്കുമല്ലോ. അത് ക്ലോസ്ഡ് അല്ല, നമ്മുടെ കയ്യിൽ അതിന്റെ രേഖകളുണ്ട്, ക്ലോസ്ഡ് ചെയ്തതെല്ലാം ഉണ്ട്. ഈ പുള്ളിക്കാരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അല്ല, ഇപ്പം നിലവിലുള്ള പിന്നെ വായ്പ അത് കൃത്യമായിട്ടല്ലെങ്കിൽ പോലും തിരിച്ചടച്ചിന്റെ രേഖകൾ നമ്മുടെ കയ്യിലുണ്ടല്ലോ. മാസം വരെയാണ് അത്. പുള്ളിക്കാരൻ പറഞ്ഞു അതിൽ ഓരോ ദിവസം ഓരോന്ന് പറയല്ലേ, ഞങ്ങളുടെ കയ്യിലുണ്ട് രേഖ, ഞങ്ങൾ വേണമെങ്കിൽ കാണിച്ചു തരാം, നിങ്ങളത് ജനത്തിനോട് കാണിച്ചു കൊടുക്ക്. ഞങ്ങൾ കള്ളത്തരം, ഞങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള ഒരു പൈസ വേണ്ട, ഞങ്ങൾക്ക് അവകാശമുള്ള പൈസ ഞങ്ങൾക്ക് വേണം. പിന്നെ 6 ലക്ഷം ആദ്യം പറഞ്ഞു, 10 ലക്ഷത്തിന്റെ 5 ചിട്ടിയാണ് എടുത്തതെന്ന് പറഞ്ഞു, 50 ലക്ഷം. ഞാൻ ചോദിക്കട്ടെ സാർ, ഈ 3 സെന്റ് ഈ വീടിനും ഇത് പിക്കപ്പ് വണ്ടി ഓട്ടിക്കുന്ന മനുഷ്യന് സ്വന്തം വണ്ടിയാണ്, അതിനും CC ഉണ്ട്. ഇതിന് ഇത്രയ്ക്ക് ഇത് 10 ലക്ഷത്തിന്റെ 5 ചിട്ടി ഏത് ബാങ്കാണ് സാർ കൊടുക്കുന്നത്? സാറിനെ ചിന്തിച്ചു നോക്ക്. അതായത് 50,000 രൂപ ചിട്ടി പിടിച്ചെടുത്ത ചിട്ടിയാണോ? അല്ലല്ലോ, അല്ല, ആദ്യം ഇവര് ന്യൂസ് ഒക്കെ വരുന്നത് ഇങ്ങനെയാണ്, 10 ലക്ഷത്തിന്റെ 5 ചിട്ടി എടുത്തു എന്നാണ് പറയുന്നത്. നമ്മൾ എത്ര ലക്ഷത്തിന്റെ ചിട്ടി എടുത്താലും നമ്മളത് പിടിക്കണമെങ്കിൽ മാത്രം ആ ചിട്ടി നമ്മൾ മാത്രം നമ്മൾ കൊളാറ്ററൽ സെക്യൂരിറ്റി വെച്ചാൽ മതിയല്ലോ. അപ്പൊ ചിട്ടി എത്ര വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇതേപോലെ ഇങ്ങനെ കൊടുക്കില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഒരു ബാങ്ക് തിരിച്ച് അടയ്ക്കാനുള്ള നിവൃത്തി ഉണ്ടോ, ഇവനെ കൊണ്ട് ഇത് അടയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടല്ലേ ബാങ്ക് ചിട്ടി കൊടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ ചുമ്മാ ഒരാള് എത്രയാണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ വാരിക്കോരി കൊടുത്തെന്നാണ് പറയണത്. ചിട്ടിയാണോ വായ്പയാണോ? വായ്പയും ചിട്ടി പിടിച്ചെന്ന് പറഞ്ഞിട്ട് അച്ഛന് CC എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. CC അടയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അതുകൊണ്ട് ഞങ്ങൾക്ക് CC അടയ്ക്കുകയാണ്. വണ്ടിയുടെ ഇത് CC ഉണ്ട്, CC അടച്ചു പോവുകയാണ്. ഈ പിക്കപ്പ് ഓടി എത്ര രൂപ കിട്ടുമെന്ന് സാറിന് തന്നെ അറിയാമല്ലോ, എത്ര രൂപ കിട്ടുമെന്ന്. ഒരു വരുമാനം കാണാതെ ബാങ്കുകാർ ചുമ്മാ വാരിക്കോരി ഒന്നും കൊടുക്കത്തില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ബിജുകുമാർ ചോദിക്കുന്നതിൽ വിഷമമുണ്ട്. എന്നാലും ബിജുകുമാർ മുമ്പ് 2-3 തവണ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു എന്നിങ്ങനെ ചിലർ പറഞ്ഞു കേട്ടു. അത് സത്യമാണോ?
പുള്ളിക്കാരനെ വിളിച്ചത് ഇത് ബാങ്കിലെ ജീവനക്കാരനോടും പറഞ്ഞതുമാണ്. ഞങ്ങളുടെ അതിൽ വോയിസ് ഉണ്ട്, കേൾപ്പിച്ചു തരാം. അല്ല, അണിയൂർ ജയകുമാർ അല്ല പറഞ്ഞത്. ഏതാ? തലേ ദിവസം പുള്ളിക്കാരന്റെ വീട്ടിൽ പോയി പറഞ്ഞായിരുന്നു ബിജുമാർ. ഞാൻ ഇവിടെ അല്ല, ഞാൻ ചോദിച്ചതല്ല. അത് ഇതിനു മുമ്പ് അദ്ദേഹം അതിനു വേണ്ടി ഈ വിഷയത്തിനല്ല, വേറെ എന്തെങ്കിലും കാര്യത്തിൽ വേറെ വിഷയമൊന്നുമില്ല. ഈ ഒരു വിഷയം തന്നെയാണ്. പുള്ളിക്കാരൊന്നും ഈ വീട്ടു പ്രശ്നമാണെന്നും പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. വീട്ടിൽ എന്ത് സാർ പ്രശ്നം? ഈ ബാങ്കിന് വേണ്ടി ആ പുള്ളിക്കാരനല്ലേ കയറി ഇറങ്ങുന്നത്. അതുകൊണ്ട് ഇങ്ങേര് വാങ്ങിച്ച് പറ്റിച്ചുകൊണ്ടല്ലേ. ഇല്ലെങ്കിൽ അങ്ങേർക്ക് മാന്യമായി നല്ലൊരു രീതിയിൽ പറയടാ, നീ സമാനപ്പെടാടാ, നിനക്ക് ഞാൻ പൈസ തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനോട് അങ്ങേര് ഇവിടെ കാണുമായിരുന്നല്ലോ. പട്ടി അഴിച്ചു വിട്ടുകൊടുത്തു. ഒരാഴ്ച ഈ പിള്ളേരെയും കൊണ്ട് ചെന്നൊക്കെ പട്ടി അഴിച്ചിട്ട് ഗേറ്റും അടച്ചിനകത്തിരിക്കും. വാങ്ങിച്ചുകൊണ്ട് പോയി എന്നും പറഞ്ഞുകൊണ്ട് ഒരു വെരട്ടിയാണ് കൊച്ചുങ്ങളും തള്ളയും പോയിട്ട് കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. കൊടുക്കും. പിന്നെ അവൻ്റെ സഹോദരിയെ പറഞ്ഞയച്ചു. ചേച്ചി പിള്ളേരെ കൊണ്ടുപോയി ചോദിക്കും. പിള്ളേരെയും കൊണ്ട് ചെല്ലുമ്പോൾ ഇത് എന്നെ ഗതി. അറിയാമെന്നുള്ളൊരു പയ്യനാവുകൊണ്ട് സ്നേഹത്തിൻ്റെ പുറത്താണ് അമ്മ പൈസ കൊടുത്തത്. ഈ കൊച്ചിന് പഠിക്കാൻ ചെന്ന് പൈസ കേട്ടപ്പോഴാണ് ഇത് ഇത്രയും തുടങ്ങിയത്. അതുവരെ അവനറിച്ച് ഞങ്ങൾ ഇളയത് മൂത്തായിട്ട് നടന്നല്ലെന്ന് വെച്ചാണ് ചോദിക്കാതിരുന്നത്. ബന്ധുക്കളാണോ നിങ്ങൾ? ബന്ധുക്കളൊന്നുമല്ല, കണ്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ബന്ധുക്കളൊന്നുമല്ല. അദ്ദേഹം പറയുന്നത് കുട്ടിക്കാലം മുതൽ ബിജുകുമാറുമായിട്ട് കാണുന്നതാണ്. അതുകൊണ്ടാണ് അവൻ ആ പൈസ ഈ ബാങ്കിൽ നിന്ന് എടുത്ത് പൈസ കൊണ്ട് കൊടുത്തതും എല്ലാം ചെയ്തു. നല്ലൊരു വാക്ക് പറഞ്ഞെങ്കിൽ എൻ്റെ കൊച്ച് തൂങ്ങൂലായിരുന്നു. ഒരു നല്ലൊരു വാക്ക് പറഞ്ഞു. ഈ പണം ചോദിക്കാൻ പോകണേൻ്റെ അന്ന് വരെ അവൻ പറഞ്ഞു, നീ ഒന്ന് തൂങ്ങിയിട്ട് വാടാ, നീ പണം വാങ്ങിക്കണം, കാണിച്ചരാന്നാണ് ഇവൻ പറഞ്ഞിരിക്കണത്. പക്ഷേ അവൻ എൻ്റെ കൊച്ചിനെ കൊന്നതിന് പകരം ഞങ്ങൾ എന്തെങ്കിലും ചെയ്യും. ഇത് ഞങ്ങൾക്ക് അതിനുള്ള നഷ്ടം എല്ലാം കിട്ടിയില്ല. എൻ്റെ കുട്ടീൻ്റെ ഭാവിയാണ് പോയത് പഠിക്കാതെ. അപ്പോൾ ഒരുത്തൻ വിശ്വാസത്തിൻ്റെ പുറത്താണ് സാറിന് പൈസ തരണത്. അപ്പോൾ സാർ അങ്ങനെ കാണിക്കാൻ പാടില്ല. നല്ല താഴ്മപ്പെട്ട് കേട്ട്, എനിക്ക് ചേട്ടാ പൈസ എൻ്റെ കൊച്ചിനെ പഠിപ്പിക്കാൻ എനിക്ക് നിവർത്തില്ല ചേട്ടാ, എൻ്റെ വണ്ടി ഓടണില്ല, 5 രൂപയ്ക്ക് നിവർത്തില്ല ചേട്ടാ. അന്ന് രാത്രി എൻ്റെ 50 രൂപ വാങ്ങിച്ചുകൊണ്ട് വന്ന എൻ്റെ മോനാണ് ആ വേല ചെയ്തത്. നിവർത്തില്ല. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, മക്കളൊന്നും കാണിക്കരുത്, ഞങ്ങൾ ജോലി ചെയ്തതിൻ്റെ കടം തീർക്കാൻ, നീ ഒന്നും ഇല്ലെന്ന് സമ്മതിച്ച് വന്നിട്ട് ഞങ്ങൾ അറിയാതെ അവൻ്റെ വീട്ടിൽ പോയപ്പോൾ വിരട്ടി ഓട്ടിച്ചു കൊച്ചിനെ. ആ വഴിയാണ് വന്ന ആ വേല ചെയ്തത്. അതുകൊണ്ട് അവൻ നന്നാവൂല സാറേ, ഒരിക്കലും നന്നാവില്ല. ഈ 2 പെൺപിള്ളേർ ആരുമില്ല, അവരെ നോക്കാൻ ആരുമില്ല. ഈ 2 കുട്ടികളെ നോക്കാൻ ആ തള്ള എവിടെ ഇറങ്ങി പോയി, ചെറുപ്പക്കാർ കൊച്ചു എവിടെ പോയി എത്ര പൈസ കിട്ടും? സാവ് ഒരു കുടുംബമായിട്ട് ജീവിക്കണമല്ലോ. അപ്പോൾ അവനിത് ചെയ്യാൻ കൊള്ളാമോ? എന്നെ കൊണ്ട് ഇനി ജോലി ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞോണ്ടാ. അവളെ അമ്മയാണെങ്കിൽ അവർ കിടപ്പാണ്. അപ്പോൾ അവൻ എല്ലാം ഇത് ചെയ്തതിന് അവനതിനുള്ള ശിക്ഷ കൊടുത്തേ പറ്റൂ. ഈ വീടിന് ബാധ്യതയുണ്ടോ? അത് അവൻ്റെ കയ്യിൽ ഇരിക്കണം, എല്ലാം അവൻ്റെ കയ്യിൽ. പണവും മാറ്റി ഒന്നും തിരികെ തന്നിട്ടില്ല. ഒന്നും നിസ്സാരമായിട്ടുള്ള ഈ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് കാണിച്ചത്. എന്നിട്ട് ഞങ്ങൾക്ക് കോടികളുടെ നഷ്ടം ഓരോ ദിവസം അതും പോട്ടെ, ഇവിടെയുള്ള ജനങ്ങളുടെയോ എന്തുമാത്രം ലക്ഷങ്ങളാണ്. എനിക്ക് സംശയം തോന്നാൻ കാരണം ഞാൻ ഇത് ക്ലിയർ ആക്കാൻ ചോദിക്കുന്നതാണ്. അതാണ് ഞങ്ങൾ ഇത്രയും ദിവസം വരാതെ ഇപ്പോൾ വന്നത്. കാരണം ഇത് ഓക്കെ, നിങ്ങൾ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നു. പക്ഷേ ഇതിൽ ഈ ബിജുകുമാറിൻ്റെ മരണം കുറേ പേര് മുതലെടുത്തു എന്നൊരു തോന്നൽ പുറമേ ഉള്ള ആൾക്കാർക്കുണ്ട്. അത് വേറെ, ഇയാളെ പറ്റിച്ചോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. പക്ഷേ എന്താണ് ഈ ഒരു ഇത് തുറക്കാൻ ബാങ്ക് തുറക്കാൻ സമ്മതിക്കാതിരിക്കുക, അവിടെ അടിച്ചു പൊട്ടിക്കുക, അതായത് ബിജുകുമാർ നിങ്ങൾ പോലും അറിയുന്നില്ല. അങ്ങനെ ഒരു തോന്നലുണ്ടോ? സാർ, ഞങ്ങൾ മാത്രമല്ല വഞ്ചിച്ചത്, ഈ നാട്ടുകാരെന്ന് പറഞ്ഞാൽ കർഷകർ, ഈ ചുറ്റുപാടുമുള്ള പാവപ്പെട്ട മനുഷ്യരുടെ പൈസകളാണ് ആ ബാങ്കിൽ ഇട്ടത്. 23 ലക്ഷം, 25 ലക്ഷം, 10 ലക്ഷം, എന്തുമാത്രമാണ്. അതായത് എൻ്റെ ചേട്ടൻ മരിച്ചതിന് ശേഷം ആണ് ഈ ആളുകൾ ഇത് അറിഞ്ഞതും ആളുകളുടെയൊക്കെ പൈസകൾ അവിടെ ഉണ്ടെന്നും പറഞ്ഞ് ഇത്രയും കോടികളുടെയൊക്കെ ഇത് ഞാൻ ന്യൂസ് അറിഞ്ഞ് പറയുന്നതാണ് ആളുകളൊക്കെ ഇറങ്ങിയത്. പിന്നെ ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളെ കുടുംബത്തിൽ ഒരു ജീവൻ പോയി. ഈ പാവപ്പെട്ട ആളുകൾക്കോ അവർ ചുമ്മാ ഇരിക്കുമോ? ഞങ്ങൾ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം. എനിക്ക് എൻ്റെ സാധനങ്ങൾ വേണം. അനാവശ്യമായിട്ടുള്ള ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഞങ്ങൾക്കുള്ള പ്രമാണം എല്ലാം ഞങ്ങൾക്ക് തിരിച്ച് കിട്ടിയേ പറ്റുള്ളൂ. ഇതിന് മുന്നോട്ട് ഞങ്ങൾ പോകും. ഞങ്ങൾക്ക് മാനനഷ്ടത്തിന് വരെ ഞാൻ കൊടുക്കും. വേറെ ഒന്നുമില്ല. ഓരോ ദിവസം 12 ലക്ഷം, 14 ലക്ഷം, ഇപ്പം 22 ലക്ഷത്തിൻ്റെയാണ് പുള്ളിക്കാരെ ലാസ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നത്. ഈ 22 ലക്ഷം ചുമ്മാ ആർക്കെങ്കിലും എടുത്ത് കൊടുക്കുമോ സാർ? ഈ 22 ലക്ഷം എനിക്ക് കിട്ടുകയാണെങ്കിൽ ഇവിടെയൊക്കെ കാണണ്ടേ? സാറേ എന്നെ പറ, എൻ്റെ മോളെ ഞാൻ നേഴ്സിംഗിന് നല്ല രീതിയിൽ പഠിപ്പിച്ചേനെ. ചീറ്റിംഗ് ആണ് നടത്തിയത്. ഇങ്ങേര് വീട്ടിൽ തലേ ദിവസം ചെന്ന് ഇങ്ങേരുടെ അടുത്ത് ചോദിക്കുകയും ചെയ്തു. ഇദ്ദേഹം പറഞ്ഞു, ചേട്ടൻ പറയുകയും ചെയ്തു, ഞാൻ ഇല്ലെങ്കിൽ തൂങ്ങിച്ചാവും ചേട്ടാ, എനിക്ക് പൈസ ഉണ്ട്, നീ പോയി തൂങ്ങിച്ചാവടാന്ന് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. ആ ഒരു രീതിയിൽ വന്നിട്ടായിരിക്കും പുള്ളിക്കാരൻ ഇത് ചെയ്തത്. വിഷമമുണ്ട് സാർ, വളരെ വിഷമമുണ്ട്. അല്ല, പുള്ളി പറയുന്നത്, ഞങ്ങൾ അദ്ദേഹം സംസാരിച്ചപ്പോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പൈസ കൊടുക്കാൻ എനിക്ക് സാവകാശം കിട്ടിയാൽ മതി. നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്, മറ്റുള്ള ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്ന നിക്ഷേപകരുടെ കാര്യം. ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ബാധ്യതകളും തീർക്കാനായിട്ട് സമയം കൊടുത്താൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത്.
അതിനെപ്പറ്റി എനിക്ക് അറിയില്ല സാർ, അറിയില്ല. അറിയില്ല. ഞങ്ങളുടെ ഒരു ജീവനാണ് പോയത്. ഞങ്ങളുടെ കുടുംബത്തിന്റെ നെടും തൂണാണ് പോയത്. നെടും തൂണാണ് പോയത്. അതിനെന്തോ ഇദ്ദേഹം പകരം വെക്കും? സാർ പറ. ഇങ്ങനെ നല്ലൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ആ പുള്ളിക്കാരൻ ജീവനോടെ ഇവിടെ കിടന്നേനെ. ഇനി ഞങ്ങൾക്ക് ഇതിൻ്റെ എന്തെങ്കിലും ഒരു കണ്ട് എൻ്റെ കൊച്ച് തീർന്നതിൽ ഞാൻ എൻ്റെ കൊച്ചിനെ കൊണ്ടാണ് ഞങ്ങൾ 4 എണ്ണം ജീവിച്ചുകൊണ്ടിരുന്നത്. അവൻ്റെ വീട്ടിലായിരിക്കും ഞങ്ങളെ പ്രയാതം സാറേ. സത്യം സാറിൻ്റെ പറഞ്ഞ കാര്യമാണ്. എന്ന് വെച്ചാൽ അത്രമാത്രം ഞങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല. ഈ 4 എണ്ണത്തിന് ഒരു കട്ടൻ ചായ കുടിക്കാൻ നിവൃത്തിയിലായിരിക്കുന്ന സമയമാണ് ഞങ്ങൾ. അതുകൊണ്ട് അവൻ ഈ പാണവും ഈ പുറമാണവും എല്ലാം കൈയോടനെ കുട്ടികളെ ഏൽപ്പിച്ചില്ലെന്നെങ്കിൽ ഞങ്ങൾ 4 എണ്ണം അവൻ്റെ വീട്ടിൽ തന്നെ. എൻ്റെ അമ്മ ഇവിടെ തൂങ്ങുള്ളൂ. ഞങ്ങൾ അവിടെ അവൻ്റെ ഗേറ്റിൻ്റെ ഇടച്ചൽ പട്ടിയകത്ത് വിട്ടാലും ശരി, പോലീസ് അവൻ ഇറക്കിയിട്ടിരുന്നാലും ശരി. അവൻ പോലീസ് ഇറക്കിയിട്ടിട്ട് പോയി അടിച്ചല്ലേ ഇരിക്കണം. ഞങ്ങൾ പോലീസൊന്നും ഇറക്കില്ല. പറഞ്ഞെടുത്ത് വെച്ച് കാണാൻ വേണം ഞങ്ങളെ ജീവിതം. ഞങ്ങൾക്ക് എല്ലാ നഷ്ടവും അവൻ തരണം. എൻ്റെ കൊച്ച് ആ വണ്ടിയിൽ നിന്ന് 100 രൂപ 500 രൂപയും കൊണ്ടുവന്ന് എൻ്റെ 2 പിള്ളേരെയും പഠിപ്പിച്ച് ഇത്രയും ആ പൈസ അവൻ സൂത്രം പറഞ്ഞ് വാങ്ങിച്ച് എൻ്റെ കുട്ടിയെ പഠിത്താൻ എൻ്റെ പഠിത്തവും പോയി. അതുകൊണ്ട് അവനെ ഇനി ജീവിക്കണമെങ്കിൽ അവൻ ഞങ്ങളെ നഷ്ടം നല്ല വാക്കിൽ തരണം. അവൻ ചെന്ന് ഒരു നല്ല ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ നിന്ന് തരാമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അവൻ ഒന്നും ചെയ്യൂലായിരുന്നു. അവൻ എടുത്താലും രാത്രി പറഞ്ഞ് നീ ഒന്ന് തൂങ്ങടാന്ന്. അപ്പോൾ അവന് പണത്തിൻ്റെ ഇതുകൊണ്ട് അവൻ പറഞ്ഞു ഞങ്ങൾക്ക് പണമില്ല, ഞങ്ങൾക്ക് 10 ആൾക്കാരേ ഉള്ളൂ. ഇപ്പൊ അദ്ദേഹം പറയുന്നുണ്ടല്ലോ ഈ 22 ലക്ഷം എന്നൊക്കെ പറയുന്നല്ലോ, എന്തുകൊണ്ട് അതിന്റെ രേഖകൾ പുറത്തുവിടുന്നില്ല? ഇല്ലേ, അതിനൊരു ഇതില്ലേ? അപ്പൊ ഓരോ ദിവസം ഓരോ കണക്കുകൾ പറയുന്നുണ്ടല്ലോ. അപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞു വിടുന്നുണ്ട്. അപ്പൊ അദ്ദേഹം എന്തുകൊണ്ട് കൊടുക്കുന്നില്ല രേഖകള്? പിന്നെ അച്ഛനെ അപമാനിക്കുകയല്ലേ ചെയ്യുന്നത്. ഇപ്പം ഇത്രയും നാളായിട്ട് ഓരോ വീട്ടിലെ പ്രശ്നവും അദ്ദേഹം മാത്രം കാരണമായിട്ടുള്ള പ്രശ്നമാണ് ഇതൊക്കെ. വീട്ടിലെ ഒരു പ്രശ്നമില്ലായിരുന്നു, അദ്ദേഹം കാരണമാണ് ഇത്രയും പ്രശ്നങ്ങളുമായത്. വീട്ടിൽ ഞങ്ങൾ തലേ ദിവസം വരെ നന്നായിട്ട് നമ്മൾ നല്ല സന്തോഷമായിട്ട് സമാധാനിപ്പിച്ചാണ് ഇരുന്നത്. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി സംസാരിച്ച് ഇയാളിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ കയറി ചെയ്യാനും കാരണം. മരിച്ചു കഴിഞ്ഞിട്ട് ഒരാളിങ്ങനെ കൊല്ലുന്നതിന് പിന്നെ ഞങ്ങളെ അപമാനിക്കുകയല്ലേ ചെയ്യുന്നത് പത്രങ്ങളിൽ കൂടെ. ഒരു മര്യാദ വേണം. പിന്നെ നമ്മൾ സംസാരിക്കാൻ ചെന്നപ്പോൾ ഒരു സ്ത്രീയാണെന്നുള്ള പരിഗണന പോലും ഇല്ല. ഒരു പ്രസിഡന്റായിട്ട് ഇരിക്കാനുള്ള യോഗ്യത തന്നെ അദ്ദേഹത്തിനില്ല. എത്ര തവണ നിങ്ങൾ അവിടെ പോയി അദ്ദേഹത്തിന്റെ വീട്ടിൽ? 2 തവണ പോയായിരുന്നു. ആരൊക്കെ പോയി? ഞാനും എൻ്റെ അപ്പച്ചിയും ഇവളുമായിട്ട് അനിയത്തിയുമായിട്ട് പോയായിരുന്നു. അമ്മയും അനിയത്തിയുമായിട്ട് പോയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സംസാര രീതി കണ്ടിട്ട് തന്നെ നമുക്ക് സംശയമുണ്ട് അത് എങ്ങനെ ഒരു യോഗ്യതയുള്ള ഒരാളായിട്ട് അവിടെ ഇരിക്കാൻ തോന്നുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ പുത്രിയാണ് സെക്രട്ടറി ആയിട്ടിരിക്കുന്നത്. അവരാണ് ഇത്രയും സത്യത്തിൽ അച്ഛനെ ഇത്രയും പെടുത്തി കളഞ്ഞത്. ആ ബാങ്കിലൊരു ഉദ്യോഗസ്ഥനായി നന്ദു എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് നമ്മുടെ വന്ന് സ്വർണം പണയം വെക്കാൻ വേണ്ടിട്ട്. എവിടെ കൊണ്ടുപോയി? അച്ഛനോടൊപ്പം പോയല്ലേ വെച്ചത്? ഏത് ബാങ്കിലാണ് വെച്ചത്? ഗ്രാമീണ ബാങ്കിലാണ് വെച്ചത്. ഏത് ബ്രാഞ്ചിലാ? ചേങ്കോട്ടോണം ബ്രാഞ്ചിൽ. എത്ര രൂപയ്ക്ക് വെച്ച? 2,52,000 വെച്ചത്. അത് ആദ്യം 2,000 രൂപ പലിശയായിരുന്നു. പിന്നെ 2,50,000 രൂപ ഞാനാണ് എടുത്ത ആ നന്ദൂറിന് ആളുടെ കൊടുത്തത്. എന്നിട്ടും അന്ന് പൈസ കൊടുക്കണതിന് മുമ്പേ സ്വർണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ബാങ്കിൽ പോയായിരുന്നു, ഞാൻ അച്ഛനും കൂടെ. അവിടെ പോയപ്പോഴത്തേക്കും അയാൾ ചിരിച്ചുകൊണ്ടൊക്കെയാണ് സംസാരിച്ചത്. നീ എന്തോ പഠിക്കുന്നത്? ഞാൻ MLT ആണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു അയാൾക്ക് ലാബുണ്ട്, അവിടെ ട്രെയിനിങ് തരാം, അവിടെ വന്നാൽ മതി, ട്രെയിനിങ് കഴിഞ്ഞ് അവിടെ തന്നെ ജോലി തരാം, നന്നായിട്ട് പഠിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്വർണ്ണം അയാളാണ് എടുത്തു തരണം. അയാളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അന്ന് വച്ചത്. എന്നിട്ടും അച്ഛൻ ഇങ്ങനെ വിശ്വസിച്ച് പോയി അയാളെ. എവിടെ വെച്ചിട്ടാണ് ഈ നന്ദുവിന്റെ കയ്യിൽ പൈസ ഏൽപ്പിക്കുന്നത്? ബാങ്കിൽ വെച്ചിട്ട് തന്നെയാണ്. ഗ്രാമീൺ ബാങ്കിൽ പുള്ളി കൂടെ വന്നോ? കൂടെ വന്നു അല്ലേ? എന്നിട്ട് ഗ്രാമീൺ ബാങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ കണ്ടായിരുന്നു. അപ്പം ചോദിക്കുകയും ചെയ്ത് അയാൾ സൊസൈറ്റിയിൽ അവിടെ അഗ്രികൾച്ചറൽ ബാങ്കിൽ സ്റ്റാഫ് അല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു ഓ തന്നെ. ഞാൻ അപ്പം ഒന്നും മിണ്ടിയില്ല. എൻ്റെ ചോദിച്ച് പൈസ എന്തിനാന്ന് ഇങ്ങോട്ട് കേട്ടായിരുന്നു. അപ്പം പറഞ്ഞു, അച്ഛൻ പറഞ്ഞു അത് വീട് പണിക്ക് വേണ്ടിയിട്ടാണ് വച്ചിരിക്കണത് എന്ന് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു. എന്നായിരുന്നു ഇത് 6-ാം തീയതി, ഡിസംബർ 6-നായിരുന്നു. ഡിസംബർ 6. ഓ, അപ്പോൾ 8 മാസം അല്ലേ? 6 മാസം മുമ്പ്. മരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ്റെ പോക്കറ്റിൽ നിന്ന്, എൻ്റെ ഹസ്ബൻഡിൻ്റെ പോക്കറ്റിൽ നിന്നും മരണമൊഴി വരെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു അതിലുണ്ടായിരുന്നത്? എൻ്റെ മരണത്തിന് കാരണം അഡ്വക്കേറ്റ് ജയകുമാർ ആണെന്നും പറഞ്ഞു. അത് പോലീസാണ് എടുത്തത്. പിന്നെ ഇവിടെ ഡയറിയിൽ പുള്ളിക്കാരെ എഴുതി വെച്ചു, അതും കൊടുത്തായിരുന്നു. എന്തായിരുന്നു അതും ഇതേപോലെ തന്നെ എൻ്റെ മരണത്തിന് കാരണം ജയകുമാർ ആണെന്നും പറഞ്ഞ് ചേട്ടൻ എഴുതി വെച്ചിട്ടുണ്ട്. ജയകുമാർ പറയുന്നത് ഇതിൽ സംശയമുണ്ട്, അതിനെ ഫോറൻസിക് പരിശോധനയ്ക്ക് വിടണം എന്നൊരു ആവശ്യം അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. വിട്ടോട്ടെ പുള്ളിക്കാരൻ ധൈര്യമായിട്ട് വിട്ടോട്ടെ. പോക്കറ്റിലും ഉണ്ടായിരുന്നു. പോക്കറ്റിൽ എന്തായിരുന്നാലും പോലീസാണ് എടുത്തത്. ഈ മരിക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് എപ്പോഴാണ് നിങ്ങൾ തമ്മിൽ കണ്ടത്?
രാത്രിയിലാണ്. അദ്ദേഹം വല്ലതും പറഞ്ഞായിരുന്നോ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പോയതായിട്ടോ എന്തെങ്കിലും പെരുമാറ്റം ഉണ്ടായിട്ടോ? ഇത് രാവിലെ ഇവരുടെ ബാങ്കിൽ ചെന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു അവർ സംഘത്തിലെ ആൾക്കാരൊക്കെ ആയിട്ട് പോയി സംസാരിക്കാന്നൊക്കെ പറഞ്ഞായിരുന്നു, സമാധാനപ്പെടുത്തുകയാണ് ചെയ്തത്. പിന്നെ രാത്രി പുള്ളിക്കാരൻ വീട്ടിൽ പോയതിന് ശേഷമായിരുന്നു ഈ ഒരു പ്രശ്നം. എന്നിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ സമാധാനപ്പെടാൻ നമുക്ക് രാവിലെ പോയി ബാങ്കിൽ പോയി നമുക്ക് അവിടെ സംസാരിക്കാം, നമുക്ക് എങ്ങനെയെങ്കിലും പൈസ വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തിയിട്ടാണ് രാത്രി കിടന്നത്. പിന്നെ എപ്പോഴായിരുന്നു സംഭവിച്ചത്? ഇത് 6 മണി 5:45. നിങ്ങളില്ലായിരുന്നു? നിങ്ങൾ ചേട്ടൻ ഇവിടെ കിടക്കുമായിരുന്നു. ഞങ്ങൾ അപ്പോൾ രാവിലെ ബാങ്കിൽ പോകുന്നല്ലോ എന്നുള്ള ആ ഒരു ധാരണയിലായിരുന്നു ഞാനും മോളും കൂടെ മുകളിൽ കിടക്കാനായിട്ട് പോയി. രാവിലെ എണീറ്റ് വന്നപ്പോൾ നോക്കിയപ്പോഴാണ് ചേട്ടനെ കണ്ടില്ലായിരുന്നു. പിന്നെ സംശയം തട്ടിയത് ഈ പൂജാമുറിക്കകത്താണ് സാർ തൂങ്ങി മരിച്ചത്. അതാണ് ഏറ്റവും വലിയ വിഷമം. ഞാൻ വിചാരിച്ചു ഇപ്പോഴെങ്ങാനും ആയിരിക്കുമെന്ന് വിചാരിച്ചു. ഞാനും മക്കളും കൂടെ ആയിരുന്നു. ഡോറിനെ തള്ളി തുറന്ന് ഇറക്കി. ഞാൻ CPR ഒക്കെ കൊടുത്തു, കൃത്രിമ ശ്വാസമൊക്കെ കൊടുത്തു നോക്കി. പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ ഇവിടെ ചേട്ടനെ അപ്പുറത്തുള്ള അയൽക്കാരെയൊക്കെ വിളിച്ച് രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷിച്ചു. എന്തായിരുന്നാലും ഞങ്ങൾ പാവപ്പെട്ടവരായതുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു ജയകുമാർ ഇങ്ങനെ ചെയ്തത്. വേറെ ആരെങ്കിലും ആണെങ്കിൽ എൻ്റെ ചേട്ടനല്ലാതെ വേറെ ആരെങ്കിലും ആയിരുന്നാലും കൊടുക്കും. വിശ്വസിച്ച് വഞ്ചിച്ചതിന് ഈശ്വരൻ കൊടുക്കും. നമ്മൾ നിയമ നടപടിയായിട്ട് പോവും. ഇതിൻ്റെയൊക്കെ നിജസ്ഥിതി എനിക്കറിയണം. ഓരോ ദിവസവും ഓരോ കള്ളക്കണക്കും പറയുന്നു. 12 ലക്ഷം, 14 ലക്ഷം, 22 ലക്ഷം. പോലെ 2 പെൺകുട്ടികളാണ് സാർ. ഞങ്ങൾക്ക് വെളിയിറങ്ങണ്ടേ? കെട്ടിച്ചു പോലും വിട്ടില്ല. പഠിക്കുന്ന കുട്ടികളാണ്. സമൂഹ മാധ്യമത്തിൽ അങ്ങനെ ഓരോ കണക്കും പറഞ്ഞ് അങ്ങേർക്കും ഇല്ലേ മക്കള്? ഇങ്ങനെ കാണിക്കാമോ? നല്ല പഠിക്കുന്ന കുട്ടികളാണ് 2. സമൂഹ മാധ്യമത്തിൽ അപമാനിക്കാൻ ഇനി ഒന്നുമില്ല ബാക്കി. കള്ള കണക്കും പറഞ്ഞ് ഇതിൻ്റെ നിജസ്ഥിതി എനിക്കറിയണം. ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം. എല്ലാത്തിനും പരിഹാരം കാണണം എന്ന് ഒരു വിശ്വാസമുണ്ട്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരോ, അതായത് ഇതിപ്പോൾ കോൺഗ്രസിന്റെ ഭരണമാണല്ലോ, ഇദ്ദേഹം കോൺഗ്രസ്സുകാരനുമാണ്, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാർ നിങ്ങളെ സമീപിച്ചിരുന്നോ ഇതുമായിട്ട് സഹായം ചെയ്യാമെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒന്നും ചെയ്തിട്ടില്ല? ആരും വന്നിട്ടില്ല. ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങളുടെ കിടക്കാടം അല്ല, അദ്ദേഹം പറയുന്നത് ഈ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെയോ ഇതിൽ ഇടപെടുന്നുണ്ട് എന്നൊരു സംശയം പ്രകടിപ്പിച്ചു. പുള്ളിക്കാരൻ എന്ത് പറഞ്ഞുകൂടാ? ഞാൻ ചോദിക്കട്ടെ, നല്ല രാഷ്ട്രീയക്കാരനാണെങ്കിൽ ഈ വേലത്തിൽ അയാൾ ചെയ്യുമായിരുന്നോ? അത്രേ പറയാവുള്ളൂ. അദ്ദേഹം പറയുന്നുണ്ട് അയാൾ വലിയ കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ്സുകാർക്ക് പറ്റിയ പരിപാടിയാണ് അദ്ദേഹം ചെയ്ത് വയ്ക്കുന്നത്. 2 പെൺമക്കളെയല്ലേ, നമുക്കിനി നാളെ വെളിയിറങ്ങാനുള്ളതല്ലേ? ഞങ്ങൾ പഠിക്കുന്ന കുട്ടികളാണ്. ഞങ്ങൾ അത്രയും അപമാനിക്കപ്പെട്ട് നമ്മൾ അത്രയും അച്ഛൻ മരിച്ചിട്ട് പോലും ഞങ്ങൾ വെറുതെ വിടുന്നില്ല. പിച്ച് ചീന്തയില്ല അദ്ദേഹം ഈ ചെയ്ത് വെക്കുന്ന. അദ്ദേഹത്തിന് ഒരു മോളുള്ളതല്ലേ? എനിക്ക് എൻ്റെ 2 മക്കൾക്കും നീതി കിട്ടണം. ഇതിനു വേണ്ടിയിട്ടാണ് എൻ്റെ ഹസ്ബൻഡ് ആത്മഹത്യ വരെ ചെയ്തത്. പുള്ളിക്കാരനില്ല എന്തൊക്കെയാണ് നടന്നത്, എന്തൊക്കെയാണെന്നുള്ളത്. ഞങ്ങൾ അപമാനിക്കുകയാണ് ചെയ്തത്. ഈ ജയകുമാർ നല്ല വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ പുള്ളിക്കാരൻ ജീവനോട് നിന്നേനെ. ഞങ്ങൾക്ക് നീതി കിട്ടണം. ഞങ്ങളുടെ പ്രമാണവും പുള്ളിക്കാരൻ്റെ കയ്യിൽ. അദ്ദേഹത്തിന് വേണ്ടി സ്വർണവും വച്ചു. വിദ്യാഭ്യാസ ലോണ് തരണം. കൊച്ചിനെയും അങ്ങനെ ആക്കി. അത്രത്തോളം ജയകുമാറിനെ വിശ്വസിച്ചു. അല്ലാതെ ആരെങ്കിലും പൈസ കൊടുക്കോ തോന്നുന്നുണ്ടോ? ഞങ്ങൾ പാവപ്പെട്ടവരായോണ്ടല്ലേ ഞങ്ങൾ ഇങ്ങനെ ചതിക്കപ്പെട്ടത്. എന്നിട്ട് കള്ളക്കണക്കും നിരത്തി ഓരോ ദിവസവും സമൂഹ മാധ്യമത്തിൽ എന്നെ എൻ്റെ മക്കളെയും പിച്ച് ചീന്തുകയാണ് ചെയ്യണത്. ഞങ്ങൾക്ക് നീതി വേണം. ബിജുകുമാറിൻ്റെ മരണത്തിന് ഉത്തരവാദി എന്ന നിലയിൽ ആരോപണ വിധേയനായി ഉയർന്നുകേട്ട പേര് ചെമ്പഴന്തി അഗ്രികൾച്ചർ ഇംപ്രൂവ്മെൻറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അണിയൂർ ജയകുമാറിൻ്റേതായിരുന്നു. എന്നാൽ അണിയൂർ ജയകുമാർ പറയുന്നത് തനിക്ക് ഈ സംഭവത്തിൽ ബന്ധമില്ല എന്നും ബിജുകുമാറിന് ആ ബാങ്കിൽ ബാധ്യതയുണ്ട് എന്നുമാണ്. എന്നാൽ ബിജുകുമാറിൻ്റെ കുടുംബാംഗങ്ങൾ പറയുന്നത് ജയകുമാർ അദ്ദേഹത്തെ വഞ്ചിച്ചു എന്നു തന്നെയാണ്. അവരുടെ മറ്റൊരാവശ്യം ഈ പെൺകുട്ടികളെയും ഈ അദ്ദേഹത്തിൻ്റെ ബിജുകുമാറിൻ്റെ ഭാര്യയെയും സമൂഹ മാധ്യമത്തിലൂടെ ജയകുമാർ വല്ലാതെ അപമാനിക്കുന്നുണ്ട് എന്നൊരു സങ്കടം ഇവർ പങ്കുവയ്ക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്തായാലും ഞങ്ങൾക്കറിയില്ല. അങ്ങനെയൊരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ
ശ്രീ ജയകുമാർ ശ്രദ്ധിക്കണമെന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. കാരണം പ്രായപൂർത്തിയായ പെൺകുട്ടികളാണ്, അവർക്കിനി സമൂഹത്തിൽ ഇറങ്ങി നടന്ന് ജീവിക്കേണ്ടതാണ്, വിവാഹം കഴിച്ചയക്കേണ്ട കുട്ടികളാണ്. ഇതിൻ്റെ നിജസ്ഥിതി നമുക്കറിയില്ല. പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ബിജുകുമാറിൻ്റെ മരണത്തിനു ശേഷം ഉണ്ടായ ചില സംഭവ വികാസങ്ങൾ, അതായത് ചില രാഷ്ട്രീയ കക്ഷികൾ ഈ ബാങ്ക് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കാതിരിക്കുക, ബാങ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ തല്ലിത്തകർക്കുക, ഇത്തരം ചില സംഭവങ്ങൾ പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് സംശയങ്ങൾ ഉണ്ടാക്കാൻ ഇടയുള്ളതാണ്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ ബിജുകുമാറിൻ്റെ വീട്ടിലെത്തിയത്. ബിജുകുമാറിൻ്റെ ഭാഗം കേട്ടു. ഇനി ഈ കുടുംബത്തിന് മുന്നോട്ട് പോകണം. അതിനു വേണ്ടിയിട്ട് അവർ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഇവരുടെ 8 പവൻ്റെ സ്വർണവും ഈ വീടിൻ്റെ ആധാരവും ബാങ്കിലാണ് എന്നാണ് ഇവർ പറയുന്നത്. ഇവരുടെ ആവശ്യം ആ സ്വർണവും ആധാരവും തിരികെ കിട്ടുക, അതോടൊപ്പം തന്നെ തങ്ങൾക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉണ്ടാക്കുന്ന അപകീർത്തികരമായ പരാമർശങ്ങൾക്ക് ഒരറുതി വരുത്തുക എന്നത് മാത്രമാണ് ഇവരുടെ ആവശ്യം. ക്യാമറമാൻ ജെയിൻ സിമൻസിനൊപ്പം സുമേഷ് മാർക്കോപോളോ, DNA ന്യൂസ്. വായ്പ കൊടുത്തിട്ടുണ്ട്, അത് തിരിച്ചു പിടിക്കാൻ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എനിക്ക് ആർജവമുണ്ട്. അത് തിരിച്ചു പിടിക്കുകയും